ബ്ലോഗർ ജുനൈസ്, അതുകൊണ്ട് പാനായി ജുനൈസോ, അവനക്കെതിരെയുള്ള ആ ഒരു റോഡ് വിഷയത്തില് മറുപടി കൊടുത്തത് വളരെ മോശട്ടോ. ഇക്കണക്കിനുള്ള ആളുകൾക്ക് മൈക്ക് കൊടുക്കാതിരിക്കുക, പറയിപ്പിക്കണം. ചിത്രീകരിച്ച ഒരു ബ്ലോഗർ ഉണ്ടല്ലോ, ആ ബ്ലോഗറോട് എന്റെ ചോദ്യം, എങ്ങനെ ഉത്തരവാദിയാകും മുനിസിപ്പൽ ചെയർപേഴ്സൺ? മുനിസിപ്പൽ ചെയർപേഴ്സണ് പിന്നെ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, കുടുംബക്കാരടുത്തേക്ക് പോകുന്നുണ്ട്, അതിൽ മറ്റേതാക്കലുണ്ട്. പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ കുടുംബക്കാരല്ലാതെ വീട്ടിലല്ലാതെ എന്റെ വാപ്പാന്റെ വീട്ടിൽ പിന്നെ മോനിക്ക് അതിൽ തോന്നിയാസം പറഞ്ഞു കൊടുക്കാൻ. ഈ ഒരു ശൈലി രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നല്ല കേട്ടോ. കാരണം ഇത്ര ആളുകൾക്ക് മൈക്ക് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രതികരിക്കുന്ന ആളുകളുടെ ഒക്കെ തന്തക്ക് വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷനാണ് വേണ്ടത്, തെരഞ്ഞെടുപ്പാണ്, ജനങ്ങൾ ഇതുപോലെ തന്തക്ക് പോയി വോട്ട് ചോദിക്കണമെന്ന് ചോദിക്കും. ജനങ്ങൾക്ക് വേണ്ടത് നല്ല യാത്രാ സൗകര്യമുള്ള റോഡുകളാണ്. ആര് ഭരിച്ചാലും ശരി, ആര് MLA ആയാലും ആര് മന്ത്രിയായാലും ജനങ്ങൾക്ക് നികുതി കൊടുക്കുന്ന റോഡുകളാണ്. നല്ലപോലെ യാത്ര ചെയ്യണം. അപ്പൊ ഒരുപാട് ആളുകളുടെ പ്രതിനിധിയായിട്ട് ജുനൈസ് പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ സംസാരത്തിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നതിന് കോടതി കേസെടുത്തോട്ടെ. ഇങ്ങനെ ഒരു വ്ളോഗറൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോഴേക്കും അവൻ ഇത്രമാത്രം ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ തന്തക്ക് വിളിക്കുന്ന ഈ ശൈലിയൊക്കെ പാർട്ടി വിടണം, ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തന്നെ ആയിരിക്കും. ഇലക്ഷനൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജനിച്ച ആളുകളാണ് എല്ലാവരും, ആരും തന്നെ ഓട് വിളിച്ച് വന്നവരെന്നല്ലോ. അതുകൊണ്ട് ഇത്ര ആളുകളെ കൊണ്ട് സംസാരിപ്പിരിക്കുമെന്നല്ലേ എനിക്കത് തോന്നുന്നത്. പാപ്പാന്റെ വീട്ടിൽ നിന്നൊക്കെയുള്ള വിളി കയ്യടി കിട്ടും എന്നല്ലാണ്ട് മറ്റുള്ള ഭയങ്കര നഷ്ടങ്ങളായിരിക്കും. ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോദിച്ച് പോകേണ്ട ആളുകളാണ്. അപ്പോൾ വളരെ രാഷ്ട്രീയക്കാരന്റെ അതല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ശൈലി ഇത്തരം ടാങ് ആവാനും പാടില്ല. ഇതൊക്കെ ദോഷകരമായി ചെയ്യും. പിന്നെ ഇവന്റെ വാപ്പാക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണോ മാത്രമോ തെറ്റൊന്നും ജുനൈസ് ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ജനങ്ങൾക്ക് നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം.